ചിമ്പടിക്കുകയാണെങ്കിൽ ഇങ്ങനെ ചിമ്പടിക്കണം. നമ്മുടെ എല്ലാം കൊടുത്ത് എല്ലാ പണികളും തീർത്ത് സെറ്റാക്കി നിർത്തിയേക്കുന്ന ചെടികളാണ്. 2 പ്രാവശ്യം കൺസ്ട്രക്ഷൻ കൊടുത്തു. എല്ലുപൊടി പിണ്ണാക്കെല്ലാം കൂടി ഇട്ട് ചെടിക്ക് ചുറ്റി മണ്ണ് കൊടുത്തു. മൊത്തം മൾച്ചിങ് ചെയ്തു. എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇന്ന് കംപ്ലീറ്റ് മുതുക്കം തട്ടയ്ക്ക് വരെ അകത്തുകൂടി എല്ലാം ചിമ്പായി. എല്ലാം ശരം പൊട്ടാൻ പാകത്ത് നിൽക്കുന്നു. പിന്നെ കായില്ലാത്ത പഴയ മൂത്ത ശരങ്ങൾ കംപ്ലീറ്റ് അറുത്ത് കളയുകയും ചെയ്തു. കംപ്ലീറ്റ് ചിമ്പുണ്ട്. ഉണ്ടാകുന്ന എല്ലാ മൂത്തത്തേക്കും ചിമ്പും പുതിയ ശരമായിട്ട് ഇങ്ങനെ വരിക. വേര് ക്ലിയറായി, അതാണ്. പിന്നെ വളവും ഇതുപോലെ പൊട്ടാൻ താമസിച്ചിരുന്ന മുതുക്കം തട്ടയ്ക്ക് വരെ ഇപ്പം ചിമ്പ് മുട്ടി വരുന്നുണ്ട് പല പ്രായത്തിൽ. ഇത് കംപ്ലീറ്റ് ഒരു സ്റ്റെപ്പ് ശരം അടിച്ചു. മാറിപ്പോടാ. 2 ദിവസം കാണാതിരുന്നിട്ട് ഇപ്പോഴെങ്ങാണ്ടൊക്കെ പോയിട്ട് വന്നേ. കണ്ടു കഴിഞ്ഞപ്പോൾ ഉള്ള സ്നേഹപ്രകടനമാണ്. ഏതാണ്ടൊക്കെ പറയുക. നല്ല ആ ചിമ്പിൻ്റെ എല്ലാം ആ ഷേപ്പായി. എല്ലാത്തിനും ശരം പൊട്ടി വരുന്നുമുണ്ട്. ഇതുണ്ട് ശരമല്ല, ചിമ്പ്. അതുകൊണ്ട് അതിൻ്റെ അടിയിൽ നിന്നെല്ലാം പൊട്ടി വരുന്നുണ്ട്. ഇതുപോലെ ചിമ്പ് ഇപ്പോൾ അടുപ്പിക്കണം. ഇങ്ങനെ അടിക്കണേൽ ഈ പറഞ്ഞ പോലെ എല്ലാം ചെയ്യണം. നല്ലപോലെ ക്ലീൻ കവാത്ത്, ഫിസേറിയം കാണരുത്. ഇതെല്ലാം 3-4 മാസമായിട്ട് ഫംഗിസൈഡൊന്നും കൊടുക്കാതെ സ്യൂഡോ തന്നെ കൊടുത്ത് കൊണ്ടിരുന്ന തോട്ടമാണ്. നല്ലപോലെ ചെടിക്ക് അകത്തുകൂടി എല്ലാം ചിമ്പും ചാരവും പൊട്ടി വരാൻ തുടങ്ങി. ഇതിന് കംപ്ലീറ്റ് ഒരു സ്റ്റെപ്പ് ശരം ആദ്യം അടിച്ചു. ഇപ്പോൾ അതിൻ്റെ പുറമെ അടുത്ത ചിമ്പും പൊട്ടാൻ തുടങ്ങി. ഇപ്പോൾ 2ാമത്തെ ബയോയാണ് അന്നേരം കൊടുക്കുന്നത്. അപ്പോൾ ഈ നിരത്തേക്കുന്ന ചപ്പിൻ്റെ അടിയിൽ കൂടി എല്ലാം കംപ്ലീറ്റ് വെള്ള വേരുണ്ട്. അതിൻ്റെയാണ് ഈ റിസൾട്ട്. ഇതുണ്ടോ, ചെല്ലി വേരുകൾ